ഹലോ ഓൾ വെൽക്കം ടു എംഫേവർ ലേണിംഗ് ആപ്പ്. നമ്മളുടെ എംഫേവർ ലേണിംഗ് ആപ്പിൽ ജൂനിയർ അക്കൗണ്ടന്റ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. സോ എല്ലാവരും എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. എക്സാക്റ്റ് ആയിട്ട് ക്ലാസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് പെട്ടെന്ന് തന്നെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരോടും ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ട് വേഗം ജോയിൻ ചെയ്യുക. ഓക്കെ, സോ മൈസെൽഫ് ബുഷ്ര, ലെറ്റ് സ്റ്റാർട്ട് ദി ക്ലാസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ, സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ നമ്മൾ PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ചെയ്തതാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ ടോപ്പിക്ക് അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള PSC ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും തന്നെ നമ്മൾ എല്ലാ ടോപ്പിക്സിലും എല്ലാ ക്ലാസ്സസിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും പോവുക. ഓക്കെ, ബിക്കോസ് അത് നിങ്ങൾക്ക് ഒന്നുകൂടെ വളരെ യൂസ്ഫുൾ ആകും എക്സാം പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ. ഓക്കെ, സോ നമുക്ക് നോക്കാം ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ. സോ ആദ്യം നമുക്ക് ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫിനാൻഷ്യൽ സിസ്റ്റം ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻസ്ട്രുമെന്റ്സ്, മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ഫ്ലോ ഓഫ് ഫണ്ട് ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ് ബോറോവേഴ്സ്. അതായത് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആകാം, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ്, അതേപോലെ തന്നെ മാർക്കറ്റ്, നെക്സ്റ്റ് സർവീസസ്. സോ ഇതിലൂടെ ആക്ച്വലി ഫണ്ട് വന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫ്ലോ ചെയ്യാണ്. സോ എങ്ങനെ ഫണ്ട് മൂവ് ചെയ്യണമെന്ന് വെച്ചാൽ ബിറ്റ്വീൻ സേവേഴ്സും ഇൻവെസ്റ്റേഴ്സും. സോ സേവേഴ്സ് എന്ന് വെച്ചാൽ ഹൂ സപ്ലൈ ഫണ്ട്, ആരാണോ ഫണ്ട് സപ്ലൈ ചെയ്യുന്നത് അവർ. സോ അതിൽ ബോറോവേഴ്സ് എന്ന് വെച്ചാൽ ഹൂ ഡിമാൻഡ് ഫണ്ട്, ആർക്കാണ് ആ ഫണ്ട് ഡിമാൻഡ്, ആർക്കാണ് നീഡഡ് അവർ. ഓക്കെ, സോ അപ്പോൾ എന്തായിരുന്നു സിമ്പിളായി പറയുവാണെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇൻസ്ട്രുമെന്റ്സ് ആണ്, അതേപോലെ സർവീസസ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റം ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, ഇൻസ്ട്രുമെന്റ്സ് ആവാം. നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ മണി മാർക്കറ്റ്, ഇൻസ്ട്രുമെന്റ്സ്, അങ്ങനെ. സോ അതാണ് ഇൻസ്ട്രുമെന്റ്സ്, മാർക്കറ്റ്സ്, സർവീസസ്. സോ അതിൽ എന്താണ് ആക്ച്വലി ഫണ്ട് കൊടുക്കുന്നത്, ഫ്ലോ ഓഫ് ഫണ്ട് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യണം ബിറ്റ്വീൻ സേവേഴ്സിനും ബോറോവേഴ്സിനും. അപ്പോൾ സേവേഴ്സ് എന്ന് വെച്ചാൽ ആരായിരുന്നു, ഫണ്ട് ആരാ സപ്ലൈ ചെയ്യുന്നത് അവരായിരുന്നു. അതേപോലെ ബോറോവേഴ്സ് എന്ന് വെച്ചാൽ ആരാണോ ഫണ്ട് ഡിമാൻഡ് ചെയ്യുന്നത് അവർ. ഓക്കെ, അതേപോലെ തന്നെ ഇനി നെക്സ്റ്റ് ആണ് ആക്ച്വലി ഫിനാൻസ് സിസ്റ്റം എന്തിനാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ മൊബിലൈസിങ് സേവിങ്സ്. അതായത് സേവിങ്സ് കളക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ. സോ അതേപോലെ തന്നെ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ. സോ ഇതിലൂടെയൊക്കെ എന്താണ് ഉറപ്പ് വരുത്തുന്നതെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം, അതാണ്. സോ ത്രൂ ഫിനാൻഷ്യൽ സിസ്റ്റം ഇറ്റ് ഹെൽപ്സ് ഇൻ. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലൂടെ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യണേ പറഞ്ഞാൽ സേവിങ്സ് മൊബിലൈസ് ചെയ്യാൻ, റിസോഴ്സസ് എഫിഷ്യൻ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ, ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ. അപ്പോൾ ഇതിലൂടെ നമ്മൾ എന്ത് ഉറപ്പ് വരുത്തണം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സിംപ്ലി പുട്ട് ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക്. അതായത് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു നെറ്റ്വർക്ക് ആണ്. അത് ആരെയൊക്കെയാണ് കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ മെയിനായിട്ട് ലെൻഡേഴ്സ്, ബോറോവേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഇവരെയൊക്കെയാണ് ഫുള്ളായിട്ട് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. ദറ്റ് ഈസ് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഫോർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് എക്കോണമി സ്മൂത്തായി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം എന്തായിരുന്നു, ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട്. അപ്പോൾ ആക്ച്വലി ഫിനാൻഷ്യൽ സിസ്റ്റം എന്നുള്ളൊരു നെറ്റ്വർക്ക് ആണ്. അത് ആരൊക്കെയാണ് മെയിനായി കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ലെൻഡേഴ്സ്, ബോറോവേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ആക്ച്വലി സ്മൂത്ത് ആയിട്ട് ഒരു എക്കോണമി റൺ ചെയ്തു പോകാൻ. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഒരു സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻസ്ട്രുമെന്റ്സ്, അതേപോലെ സർവീസസ് ആണ്. സോ ഇതിലൂടെയാണ് ഫണ്ട് മൂവ് ചെയ്യുന്നത് ബിറ്റ്വീൻ സേവേഴ്സിലും ബോറോവേഴ്സിലും. അതേപോലെ എന്തിനാ ഹെൽപ്പ് ചെയ്യണേ പറഞ്ഞാൽ സേവിങ്സ് കളക്ട് ചെയ്യാൻ, അതേപോലെ റിസോഴ്സസ് എഫിഷ്യൻ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ, അതേപോലെ പ്രൊവൈഡ് ചെയ്യാൻ ലിക്വിഡിറ്റി. സോ ഇതിലൂടെ ഉറപ്പ് വരുത്തിയിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന്. സോ സിമിലർലി അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു നെറ്റ്വർക്ക് ആണ്. അത് ആരെയൊക്കെ കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ലെൻഡേഴ്സ്, ബോറോവേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്. സോ ഇതിലൂടെ സ്മൂത്ത് ആയിട്ട് എക്കോണമി ഫംഗ്ഷൻ ചെയ്ത് പോയിരിക്കണം. സോ ദിസ് ഈസ് നോൺ ആസ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഓക്കെ, അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് നമ്മുടെ എംഫേവർ ലേണിംഗ് ആപ്പിൽ പെട്ടെന്ന് തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, സോ ജൂനിയർ അക്കൗണ്ടന്റ് ബാച്ച് എന്ന് പറയുമ്പോൾ തന്നെ വളരെ നിങ്ങൾക്ക് കരിയർ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്, എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. സോ നെക്സ്റ്റ് ആണ് ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ആണ്. ആക്ച്വലി എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റർമീഡിയറി റോളാണ്. ആക്ച്വലി ആരായിട്ടാണ് ആക്ട് ചെയ്യണമെന്ന് വെച്ചാൽ സേവേഴ്സിൻ്റെയും ബോറോവേഴ്സിൻ്റെ ഇടയിൽ ഒരു ലിങ്ക് ആണ്. ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ് ബോറോവേഴ്സ്. ഇന്റർമീഡിയറി റോളാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് വെച്ചാൽ. അതേപോലെ നെക്സ്റ്റ് ആണ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ആണ്. ആക്ച്വലി അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എൻകറേജ് ചെയ്യണ സേവിങ്സ്. ആക്ച്വലി എവിടെ നിന്നൊക്കെ ഒരു സേവിങ്സ് കളക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഹൗസ് ഹോൾഡ്, അതേപോലെ എന്നിട്ട് ആ ഫണ്ട് അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചാനൽ ചെയ്ത്, മീൻസ് ആ കറക്റ്റ് ചാനലിലൂടെ പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് അവർ യൂസ് ചെയ്യുകയാണ്. ഓക്കെ, സോ ആണ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് എന്ന് വെച്ചാൽ സേവിങ്സ് കളക്ട് ചെയ്തതിന് ശേഷം
സേവിങ്സ് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടെ എൻകറേജ് ചെയ്യുക ഹൗസ് ഹോൾഡിൽ നിന്നും. എന്നിട്ട് അത് ആ ഫണ്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എഫിഷ്യൻറ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ആക്ച്വലി ഈ ഡയറക്റ്റ് ഫണ്ട് ഇപ്പം സെക്ടേഴ്സിന് കൊടുക്കുമ്പോൾ ആക്ച്വലി എവിടെയാണോ മോസ്റ്റ് നീഡഡ് ആയിട്ടുള്ളത് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ ഡയറക്റ്റ് ഫണ്ട് ടു സെക്ടേഴ്സ് വിച്ച് വേർ ദേ ആർ മോസ്റ്റ് നീഡഡ് ആൻഡ് കാൻ എന്നിട്ട് എന്ത് ചെയ്യുക, മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് തന്നെ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അടുത്തതാണ് വൈഡ് നെറ്റ്വർക്ക്. ആക്ച്വലി നമ്മളുടെ ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ തന്നെ പറയുമ്പോൾ കൺസിസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത്, അതായത് ബാങ്ക്, NBFC, അതായത് ഇൻഷുറൻസ് കമ്പനീസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഇൻസ്ട്രുമെന്റ് ഉദ്ദേശിക്കുന്നത് ഷെയർ, ബോണ്ട്, ഡിബഞ്ചർ ആൻഡ് സർവീസസ്. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, വൈഡ് നെറ്റ്വർക്ക് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അവിടെ എന്താ ഉള്ളത്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ബാങ്ക്, NBFC, അതേപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനീസ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഇത് ഇൻസ്ട്രുമെന്റ്സ് എന്നാൽ ഷെയർ, ബോണ്ട്, ഡിബഞ്ചർ ആൻഡ് സർവീസസ്. ഓക്കെ, അതേപോലെ ലിക്വിഡിറ്റി പ്രൊവിഷൻ എന്ന് വെച്ചാൽ അവിടെ ഓഫർ ചെയ്തിരിക്കുന്നത് വളരെ വളരെ സർവീസസ് എന്താ ഓഫർ ചെയ്യുന്നത് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിന് ഈസി ആയിട്ട് ബൈ ചെയ്യാനും സെല് ചെയ്യാനും സാധിക്കും ഫിനാൻഷ്യൽ അസറ്റ്. സോ അതാണ് ഓഫർ അവന്യൂസ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ടു ഈസിലി ബൈ ആസ് വെൽ ആസ് സെൽ ഫിനാൻഷ്യൽ അസറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ആണ് എക്കണോമിക് ഗ്രോത്ത് സപ്പോർട്ട് ആണ്. ആക്ച്വലി ഇവിടെ ഇൻവെസ്റ്റ്മെന്റും ക്യാപിറ്റൽ ഫോർമേഷനും പ്രൊമോട്ട് ചെയ്യണം. സോ ഇതിലൂടെ എന്താണ് ഓവറോൾ ഡെവലപ്മെന്റിനും ഹെൽപ്പ് ചെയ്യണം. അതാണ് പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ക്യാപിറ്റൽ ഫോർമേഷൻ ലീഡിങ് ടു ഓവറോൾ ഡെവലപ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് റിസ്ക് മാനേജ്മെന്റ് ആണ്. ആക്ച്വലി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മെക്കാനിസം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇൻഷുറൻസ്, ഡെറിവേറ്റീവ്സ്, ഹെഡ്ജിങ്, ഇതൊക്കെയാണ് മോസ്റ്റ്ലി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ റിസ്ക്കും കാര്യങ്ങളും മാനേജ് ചെയ്യാനാണ്. അതാണ് പ്രൊവൈഡ് മെക്കാനിസംസ് ലൈക്ക് ഇൻഷുറൻസ്, ഡെറിവേറ്റീവ്സ് ആൻഡ് ഹെഡ്ജിങ്. സോ മെയിൻ ആയിട്ട് എന്തിനാണ്, ഇതൊക്കെ റിസ്ക് മാനേജ് ചെയ്യാനാണ്. സോ റിസ്ക് മാനേജ്മെന്റ് ടെക്നിക്സ് ആണ് ഈ പറയുന്നതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ആണ് റെഗുലേറ്റഡ് സ്ട്രക്ചർ ആണ്. ആക്ച്വലി ഈ റെഗുലേറ്ററി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ തന്നെ ഇത് കൺട്രോൾ ചെയ്യുന്നത് റെഗുലേറ്ററി ബോഡീസ് ആണ്, ലൈക്ക് RBI, സെബി. RBI എന്താ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സെബി എന്തായിരുന്നു, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. IRDA എന്ന് വെച്ചാൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. IRDA എപ്പോഴാണ് ഫോം ചെയ്തതെന്ന് വെച്ചാൽ 1999 ആണ്. IRDAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ തെലങ്കാന, ഹൈദരാബാദ് ഇതൊക്കെയാണ്. സോ ഇതിലൂടെ നമ്മൾ ഉറപ്പ് വരുത്തണം സ്റ്റെബിലിറ്റി ഉണ്ട്, ട്രാൻസ്പാരൻസി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. സോ റെഗുലേറ്ററി സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് കൂടുതലായിട്ട് ആരാ കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ കൺട്രോൾഡ് ബൈ റെഗുലേറ്ററി ബോഡീസ് ആണ്. ലൈക്ക് ഏതൊക്കെ റെഗുലേറ്ററി ബോഡീസ് എന്ന് വെച്ചാൽ RBI, സെബി, IRDI ടു എൻഷുർ നമ്മൾ എന്താ ഉറപ്പ് വരുത്തണം എന്ന് വെച്ചാൽ ട്രാൻസ്പാരൻസിയും സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫെസിലിറ്റേറ്റ്സ് പേയ്മെന്റ് സിസ്റ്റം ആണ്. സോ അതിലൂടെ എന്താ ഉറപ്പ് വരുത്തുന്നതെന്ന് വെച്ചാൽ സ്മൂത്ത് ആയിട്ട് എല്ലാ ട്രാൻസാക്ഷനും വളരെ നല്ല രീതിയിൽ തന്നെ സെറ്റിൽ ചെയ്തിരിക്കണം. ത്രൂ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സിലൂടെയാണ് സെറ്റിൽ ചെയ്യണമെന്ന് വെച്ചാൽ ചെക്ക്, ക്രെഡിറ്റ് കാർഡ്, UPI ഇതിലൂടെ. ഓക്കെ, UPI യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. സോ അതേപോലെ നെക്സ്റ്റ് ആണ് ഡ്യുവൽ സ്ട്രക്ചർ ആണ്. ആക്ച്വലി അവിടെ എന്താ ഇൻവോൾവ് ചെയ്തിരിക്കണേന്ന് വെച്ചാൽ ഇൻവോൾവ് ബോത്ത് ഫോർമൽ സെക്ടറും ഉണ്ട്. അതേ ഫോർമൽ സെക്ടർ ഉദ്ദേശിക്കുന്നത് ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മാർക്കറ്റ്. ഇൻഫോർമൽ സെക്ടർ ഉദ്ദേശിക്കുന്നത് മണി ലെൻഡർ, ചിട്ടി ഫണ്ട്സ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ എന്തൊക്കെയാ നോക്കിയാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്ന് നോക്കി. ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇൻസ്ട്രുമെന്റ്സ് ആണ്, മാർക്കറ്റ് ആണ്, സർവീസ് ആണ്. സോ ഇതിലൂടെ മെയിൻ ആയിട്ട് ഫണ്ട് ഫ്ലോ ചെയ്യുന്നത് ബിറ്റ്വീൻ സേവേഴ്സ് ആസ് വെൽ ആസ് ബോറോവേഴ്സ്. Savers, that means the person who supply the funds, and borrowers, which means the person who demand funds. Okay, so the finance system which helps in mobilizing savings, then allocating resources efficiently, then provide liquidity. Through this it will be help to ensure the financial stability also. Okay, so actually finance system is a network that connect lenders, borrowers and investors. So through this it is able to ensure the smooth functioning of the economy also. Okay, സോ ഇനി നെക്സ്റ്റ് ആണ് ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻസ് സിസ്റ്റം എന്തൊക്കെയാന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ആണ് ഇന്റർമീഡിയറി റോൾ. നെക്സ്റ്റ് ആണ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. നെക്സ്റ്റ് വൺ എഫിഷ്യന്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. നെക്സ്റ്റ് വൈഡ് നെറ്റ്വർക്ക്. നെക്സ്റ്റ് വൺ ആണ് ലിക്വിഡിറ്റി പ്രൊവിഷൻ. അതേപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത് സപ്പോർട്ട്, റിസ്ക് മാനേജ്മെന്റ്, റെഗുലേറ്റഡ് സ്ട്രക്ചർ, ഫെസിലിറ്റേറ്റ് പേയ്മെന്റ് സിസ്റ്റം. നെക്സ്റ്റ് ഡ്യുവൽ സ്ട്രക്ചർ. ഓക്കെ, ഡ്യുവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഫോർമൽ സെക്ടർ ആസ് വെൽ ആസ് ഇൻഫോർമൽ സെക്ടർ ആണ്. സോ ഫോർമൽ സെക്ടറിൽ ഏതൊക്കെയാണ് വരികയെന്ന് വെച്ചാൽ ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മാർക്കറ്റ് ആണ്. ഇൻഫോർമൽ സെക്ടർ ഏതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മണി ലെൻഡർ, ചിട്ടി ഫണ്ട്സ് ആണ്. സോ നമുക്ക് ഫിനാൻഷ്യൽ സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. സോ ഫസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ സിസ്റ്റം മെയിൻലി പെർഫോം ദ ഫംഗ്ഷൻ ഓഫ്. ഫിനാൻഷ്യൽ സിസ്റ്റം ഏത് ഫംഗ്ഷനാണ് മെയിൻലി പെർഫോം ചെയ്യുന്നതാണ്. That is option A, production of goods. B, mobilization and allocation of funds. C, transport of goods. D, export promotion. So what is the main functions of financial system? That is option B is the answer for this, mobilization and allocation of funds. Okay,
So next one, which of the following is not a component of finance system? ഇതിൽ ഏതാണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ കോമ്പോണന്റ് അല്ലാത്തതെന്നാണ്. That is option A financial institution, B financial instrument, C financial market, D manufacturing unit. That is manufacturing unit is not a component of the financial system, as you all know that. Next ആണ് money market deals with, that is option A long term fund, B short term funds, C short medium term funds, D all of the above. So money market deal ചെയ്ത് എന്തായിരുന്നു? ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഈസ് മണി മാർക്കറ്റ് ഡീൽസ് വിത്ത് ഷോർട്ട് ടേം ഫണ്ട്സ്. ഓക്കെ. നെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽസ് വിത്ത് ഓപ്ഷൻ എ ഷോർട്ട് ടേം ഫണ്ട്സ്, ബി മീഡിയം ആൻഡ് ലോങ് ടേം ഫണ്ട്സ്, സി ബോത്ത് ഷോർട്ട് ആൻഡ് ലോങ് ടേം ഫണ്ട്സ്, ഡി നൺ ഓഫ് ദ above. So capital market deals with both short term as well as long term funds. That is option C is the answer for this. Okay. Next ആണ് the organized financial system consists of. ആക്ച്വലി ഒരു ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവാന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ആക്ച്വലി. സോ ഏതൊക്കെയാന്ന് വെച്ചാൽ ഓപ്ഷൻ എ ബാങ്ക്, ബി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, ഡി ഓൾ ഓഫ് ദ above. സോ ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഓൾ ഓഫ് ദ above. ഓപ്ഷൻ ഡി ഇസ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്? താഴെ പറയുന്നതിൽ ഏതാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് അല്ലാത്തതാണ്? ഓപ്ഷൻ എ ട്രഷറി ബിൽ, ബി സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, സി commercial paper, D debenture. That is the answer. That is debenture. Option is D is the answer. Debenture is not a money market instrument. Okay. So next one, financial system provide a link between option A savers and investors, B producers and consumers, C exporters and importers, D bank and government. That is financial system provide a link between, what is the answer for this? That is option A savers as well as investors. Option A is the answer. Okay. So next one, primary market is a market for option A second hand securities, B new issue of securities, C foreign exchange, D money lending. So what is the answer for this? That is primary market is a market for new issue of securities. Okay. So എല്ലാം നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് കേട്ടോ ഇതൊക്കെ. സോ എം ഫേവറിൽ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടില്ല. സോ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക താഴെ കാണുന്ന നമ്പർ യൂസ് ചെയ്തിട്ട് കേട്ടോ. സോ നെക്സ്റ്റ് ആണ് സെക്കൻഡറി മാർക്കറ്റ് ഈസ് ഓൾസോ കോൾഡ്. ദറ്റ് ഈസ് ഓപ്ഷൻ എ ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, ബി സ്റ്റോക്ക് എക്സ്ചേഞ്ച്, C money market, D bond market. That is the secondary market is also called as stock exchange. That is option B. Okay. So next one, mutual fund are part of which component of financial system? Actually mutual fund എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഏത് കോമ്പോണൻസിൽ വരുന്നതാണെന്നാണ്. That is option A financial instrument, B financial institution, C financial market, D all of the above. That is financial institution is answer. That is mutual fund are part of which component of financial system? That is financial institution. Okay. Next one, the ultimate objective of the financial system is to maximize production, facilitate smooth flow of fund in the economy, control inflation, ensure export growth. So എന്തായിരുന്നു? That is ultimate objective, main objective of financial system എന്ന് വെച്ചാൽ എന്തായിരുന്നു? സ്മൂത്ത് ആയിട്ട് ഫണ്ട് ഫ്ലോ ചെയ്യാൻ പറ്റും, facilitate smooth flow of fund in the economy. Okay. So next one, which of the following is an example of financial intermediary? So what is ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസിന്റെ എക്സാമ്പിൾ എന്നാണ്. Option A banks, B insurance companies, C mutual funds, D all of the above. So what is the answer for this? That is all of the above. Okay. So അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ബാങ്ക്, ഇൻഷുറൻസ് കമ്പനീസ്, മ്യൂച്വൽ ഫണ്ട്സ് is an example of financial intermediaries. Okay. So next one, the function of stock exchange is option A mobilization of savings, B providing liquidity to securities, C price discovery of securities, D all of the above. So എന്തായിരുന്നു ആൻസർ? That is function of stock exchange is all of the above. That is what are the function of stock exchange? It consists of mobilization of savings, providing liquidity to securities, price discovery of securities, all of the above. Okay. So all of the above is the answer for this question. Next one, the structure of financial system has how many main components? Financial system structure la etra components are undennaanu? 2, 3, 4, 5. So എത്രയാണ് ഉള്ളത്? That is option C 4 is the answer. That is financial institution, financial market, financial instrument, financial services. So these are the structure of financial system. So ഏതൊക്കെയായിരുന്നു? The structure of financial system which consists of certain components. The main components which is as, that is whereas financial institution, financial market, financial instruments, financial services. Okay. So next one, which of the following statement is correct about the financial system? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഇറ്റ് കണക്ട് സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് യൂണിറ്റ്സ്, ബി ഇറ്റ് പ്രൊമോട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, സി ഫെസിലിറ്റേറ്റ് എക്കണോമിക് ഡെവലപ്മെന്റ്, ഡി ഓൾ ഓഫ് ദ എബോവ്. സോ എന്തായിരുന്നു? ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ഇസ് എ കറക്റ്റ് അബൌട്ട് ദി ഫിനാൻഷ്യൽ സിസ്റ്റം. ഓക്കെ. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദി ഫിനാൻഷ്യൽ സിസ്റ്റം ഏതൊക്കെയാന്ന് വെച്ചാൽ ഇറ്റ് കണക്ട് സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് യൂണിറ്റ്സ്, it promotes savings and investment, it facilitates economic development, all of the above. Okay.
സോ ഇതാണ് മീനിങ്ങും ഫീച്ചേഴ്സും ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും. ഓക്കെ, സോ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഏതൊക്കെയായിരുന്നു അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻസ് സിസ്റ്റം? ഇന്റർമീഡിയറി റോൾ, മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്, efficient allocation of resources, wide network, liquidity position, economic growth support, risk management, regulated structure, facilitate payment system, dual structure. Okay. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആക്ച്വലി ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ ഇസ് ബ്രോഡ്ലി ഡിവൈഡ് ഇൻ ടു 2 മെയിൻ സെക്ടേഴ്സ്. ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സിസ്റ്റം മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 2 മെയിൻ സെക്ടേഴ്സ് ആയിട്ടാണ്. ഒന്ന് ഫോർമൽ, ദാറ്റ് ഈസ് ഓർഗനൈസ്ഡ് സെക്ടർ ആണ്. ഇന്നൊന്ന് ഇൻഫോർമൽ, ദാറ്റ് ഈസ് അൺഓർഗനൈസ്ഡ് സെക്ടർ ആണ്. സോ what are the 2 main sectors of the finance system in India? That is, finance system in India is broadly divided into 2 main sectors. It consists of first one formal sector, that is organized sector, and is the next one informal sector, that is unorganized sector. Okay, so ini next ആണ് first one formal organized financial system. അതെന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. That is, this part is regulated by ഈ organized financial system, അതായത് formal financial system ആരാണ് കൺട്രോൾ ചെയ്യണമെന്ന് വെച്ചാൽ this part is controlled by authorities like RBI, that is Reserve Bank of India, next SEBI, Security and Exchange Board of India, IRDI, PFRDA, Ministry of Finance ആണ്. ഓക്കെ, അതേപോലെ തന്നെ അവിടെ ആക്ച്വലി 4 മെയിൻ കോമ്പോണൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫസ്റ്റ് വൺ, ആൻഡ് നെക്സ്റ്റ് വൺ ഫിനാൻഷ്യൽ മാർക്കറ്റ്, നെക്സ്റ്റ് വൺ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ആൻഡ് ദി നെക്സ്റ്റ് വൺ ഫിനാൻഷ്യൽ സർവീസസ്. ഓക്കെ, സോ അപ്പോൾ ഫോർമലിൽ ഏതൊക്കെയാണ് ഉണ്ടാവുക? ആക്ച്വലി there are 2 main sectors of the finance system in India. It consists of formal, that is organized sector, next informal, that is unorganized sector. So what is first one? Formal or financial system എന്ന് വെച്ചാൽ ഈ പാർട്ട് ആരാ റെഗുലേറ്റ് ചെയ്യണത്? ദാറ്റ് മീൻസ് ആരാ കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ അതോറിറ്റീസ് ആണ്. ലൈക്ക് RBI, SEBI, IRDI, PFRDA, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. അതിൽ 4 മെയിൻ കോമ്പോണൻസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദാറ്റ് ഈസ് റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ഏതൊക്കെയാന്ന് വെച്ചാൽ RBI, SEBI, IRDAI, PFRDA എന്നുള്ളതാണ്. അതുപോലെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക്, ദാറ്റ് ഈസ് SBI, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതേപോലെ HDFC, കോപ്പറേറ്റീവ് ബാങ്ക്സ്, RRB, റീജിയണൽ റൂറൽ ബാങ്ക്സ്. അതേപോലെ നെക്സ്റ്റ് ആണ് NBFC, ദാറ്റ് ഈസ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ്, അതേപോലെ തന്നെ ലീസിംഗ് കമ്പനീസ്, ചിട്ടി ഫണ്ട്സ്, ഇതൊക്കെ. ഇനി ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് DFI, ദാറ്റ് ഈസ് NABARD, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ്, SIDBI, സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, EXIM, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ, നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് കൺസിസ്റ്റ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് ഉള്ളത്? റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതേപോലെ തന്നെ നോൺ ബാങ്കിങ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതേ ഫിനാൻസ് കമ്പനീസ്, ദാറ്റ് ഈസ് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ആരൊക്കെ? RBI, SEBI, IRDI, PFRDA ഇതൊക്കെ. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അതേപോലെ തന്നെ ദാറ്റ് ഈസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ എക്സാമ്പിൾസ് ആണ്, ദാറ്റ് ഈസ് SBI, ICICI, HDFC, അതേപോലെ കോപ്പറേറ്റീവ് ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക് ഇതൊക്കെ. നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഏതൊക്കെയെന്ന് വെച്ചാൽ NBFC, ദാറ്റ് ഈസ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ്, ലീസിംഗ് കമ്പനീസ്, ചിറ്റ് ഫണ്ട്സ്. ഇനി ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നതാണ് NABARD, SIDBI, EXIM ബാങ്ക്, IFCI ഒക്കെ. ഓക്കെ, സോ നമ്മളുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഇന്ത്യയിലെ ഫസ്റ്റത്തെ വൺ ആണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് വൺ ആണ് എന്താ? ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പൊ നിങ്ങൾ ഓരോന്നും പോയിന്റ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് എന്തായിരുന്നു? മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഫോറക്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ക്രെഡിറ്റ് മാർക്കറ്റ്. അപ്പോൾ മണി മാർക്കറ്റിൽ മെയിൻ ആയിട്ട് അവിടെ എന്താ ഡീൽ ചെയ്യുന്നത്? ഷോർട്ട് ടേം ഫണ്ട്സ് ആണ് ഡീൽ ചെയ്യണത്. ദാറ്റ് ഈസ് ലൈക്ക് ഇപ്പോൾ ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, കോൾ മണി, അതുപോലെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം മണി മാർക്കറ്റ് എന്ന് വെച്ചാൽ തന്നെ എന്താണ്? ഷോർട്ട് ടേം ഫണ്ട്സ് ഡീൽ ചെയ്യുന്നുണ്ട്. സോ ഫോർ എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, കോൾ മണിയാണ്. അതേപോലെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ് അവിടെ ഡീൽ ചെയ്യുന്നത്? എന്താണ്? ലോങ് ടേം ഫണ്ട്സ് ആണ് ഡീൽ ചെയ്യുന്നത്. ലൈക്ക് ഷെയർ, ഡിബഞ്ചർ, ബോണ്ട് ആണ്. അതേപോലെ ഫോറക്സ് എന്ന് വെച്ചാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആണ്. ആക്ച്വലി കറൻസി ട്രാൻസാക്ഷൻസ് ആണ് അവിടെ ഉള്ളത്. അതേപോലെ ക്രെഡിറ്റ് മാർക്കറ്റിൽ എന്ന് വെച്ചാൽ അവിടെ ലോൺസും ഉണ്ട്, അഡ്വാൻസസും ഉണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ അപ്പോൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്? മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ക്രെഡിറ്റ് മാർക്കറ്റ് ആണ്. അപ്പോൾ ഇവിടെ മണി മാർക്കറ്റ് ഡീൽ ചെയ്തിരിക്കുന്നത് ഷോർട്ട് ടേം ഫണ്ട്സ് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽ ചെയ്തിരിക്കുന്നത് ലോങ് ടേം ഫണ്ട്സ് ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ കറൻസി ട്രാൻസാക്ഷൻസ് ആണ്. ക്രെഡിറ്റ് മാർക്കറ്റ് ലോൺസ് ആൻഡ് അഡ്വാൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വരുന്നതാണ്. സോ ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ? മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, നെക്സ്റ്റ് ക്രെഡിറ്റ് മാർക്കറ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ആണ് പ്രൈമറി ഇൻസ്ട്രുമെന്റ്സ് ആണ്. പ്രൈമറി ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ഏതൊക്കെയാന്ന് വെച്ചാൽ ഷെയർ, ഡിബഞ്ചർ, ബോണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട്, ഡെറിവേറ്റീവ്സ്, ഫ്യൂച്ചർ ഓപ്ഷൻ ആണ്. അതേപോലെ ഹൈബ്രിഡ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ് വരിക എന്ന് വെച്ചാൽ പ്രിഫറൻസ് ഷെയർസ്, കൺവെർട്ടിബിൾ ഡിബഞ്ചേഴ്സ്, ഇതൊക്കെയാണ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്?
അതായത് മെയിൻ ആയിട്ട് പ്രൈമറി ഇൻസ്ട്രുമെന്റ്സ്, സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ്, ഹൈബ്രിഡ് ഇൻസ്ട്രുമെന്റ്സ്. വാട്ട് ഈസ് പ്രൈമറി ഇൻസ്ട്രുമെന്റ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? മ്യൂച്വൽ ഫണ്ട്, ഡെറിവേറ്റീവ്സ്, ഫ്യൂച്ചർ ഓപ്ഷൻ ആണ്. ഹൈബ്രിഡ് ഇൻസ്ട്രുമെന്റ്സിൽ പ്രിഫറൻസ് ഷെയർസ്, കൺവെർട്ടിബിൾ ഡിബഞ്ചേഴ്സ് ആണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. സോ ലാസ്റ്റ് അനദർ വൺ ഈസ് ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ആക്ച്വലി ഇവിടെ സർവീസസ് ആരെ സപ്പോർട്ട് ചെയ്യണേ പറയാം? ട്രാൻസാക്ഷനും ഇൻവെസ്റ്റ്മെന്റിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. സോ എന്തൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ മെർച്ചന്റ് ബാങ്കിങ്, ക്രെഡിറ്റ് റേറ്റിംഗ്, ലീസിംഗ്, ഫാക്ടറിംഗ്, ഇൻഷുറൻസ്, വെഞ്ചർ ക്യാപിറ്റൽ, മ്യൂച്വൽ ഫണ്ട്സ്, പേയ്മെന്റ് സർവീസസ് ആണ്. UPI യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്, നെഫ്റ്റ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, RTGS ദാറ്റ് ഈസ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്സ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, സോ അപ്പോൾ ഏതൊക്കെയായിരുന്നു ഫിനാൻഷ്യൽ സർവീസ് ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി ഈ സർവീസസിലൂടെ സപ്പോർട്ട് ചെയ്യുന്നത് ട്രാൻസാക്ഷൻസും ഇൻവെസ്റ്റ്മെന്റ്സും ആണ്. സോ എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സർവീസിന്റെ എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് മെർച്ചന്റ് ബാങ്കിങ്, ക്രെഡിറ്റ് റേറ്റിംഗ്, ലീസിംഗ്, ഫാക്ടറിംഗ്, ഇൻഷുറൻസ്, വെഞ്ചർ ക്യാപിറ്റൽ, മ്യൂച്വൽ ഫണ്ട്സ്, പേയ്മെന്റ് സർവീസസ് ലൈക്ക് UPI, നെഫ്റ്റ്, RTGS. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു അപ്പോൾ നമ്മളുടെ ഫോർമൽ ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദാറ്റ് ഈസ് മെയിൻലി ഫോർ മെയിൻ കോമ്പോണൻറ്റ്സ്. ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നെക്സ്റ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, ഫിനാൻഷ്യൽ സർവീസസ്. സോ നെക്സ്റ്റ് നമുക്കിനി എന്താ നോക്കാം? ഇൻഫോർമൽ അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം ആണ്. സോ അത് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ ഓപ്പറേറ്റ് ഔട്ട്സൈഡ് ഗവൺമെന്റ് റെഗുലേഷനിലാണ് ആക്ച്വലി ഫുൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൽ മെയിൻ ആയിട്ട് ഇൻഫോർമൽ ഫിനാൻസ് സിസ്റ്റത്തിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആകാന്ന് വെച്ചാൽ മണി ലെൻഡേഴ്സ്, ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്, ചിറ്റ് ഫണ്ട്സ് അൺരജിസ്റ്റേർഡ്, ട്രേഡേഴ്സ്, പ്രൈവറ്റ് ഫിനാൻസ് കമ്പനീസ്. അതേപോലെ നമ്മളുടെ ഈ അൺഓർഗനൈസ്ഡ് ദാറ്റ് ഈസ് ഇൻഫോർമൽ ഫിനാൻസ് സിസ്റ്റം പറയുന്നത് മെയിൻ ഇമ്പോർട്ടൻറ്റ് റോൾ ആക്ച്വലി പ്ലേ ചെയ്തിരിക്കുന്നത് റൂറൽ ക്രെഡിറ്റിലും മെയിൻ ആയിട്ട് ഇതിലൂടെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റും എക്സ്പ്ലോയിറ്റേഷൻ ആക്ച്വലി ഉള്ളത്. ഓക്കെ, സോ അപ്പോൾ എന്തൊക്കെയായിരുന്നു? ദാറ്റ് ഈസ് ഇൻഫോർമൽ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഓപ്പറേറ്റ് അണ്ടർ ഗവൺമെന്റ് റെഗുലേഷൻ, ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതൊക്കെയാണ്? മണി ലെൻഡർ, ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്, ചീറ്റ് ഫണ്ട്സ്, ട്രേഡേഴ്സ്, പ്രൈവറ്റ് ഫിനാൻസ് കമ്പനീസ് ആണ്. മെയിൻ ഇമ്പോർട്ടൻറ്റ് റോൾ ആക്ച്വലി പ്ലേ ചെയ്യുന്ന റൂറൽ ക്രെഡിറ്റ്. സോ മെയിൻ ആയിട്ട് ഇവിടെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റും എക്സ്പ്ലോയിറ്റേഷൻ ആണ് ഉള്ളത്. ഓക്കെ, സോ അതേപോലെ തന്നെ നെക്സ്റ്റ് ആണ് നമുക്ക് നോക്കാം. സോ ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സോ അപ്പോൾ ഇത്രയാണ് എന്തിനാ നമ്മൾ പറഞ്ഞത്? ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ? ആക്ച്വലി ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ is broadly divided into two main sectors. It consists of such as first one formal organized sector, next one informal organized sector. ഫോർമൽ ഓർഗനൈസ്ഡ് വരുന്നതാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, ഫിനാൻഷ്യൽ സർവീസസ്. ഇൻഫോർമൽ വരുന്നതാണ് ഇത്രയും. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ financial system of India consists of financial institute option A financial institutions, B financial market, C financial instrument, D all of the above. So എന്തായാലും നമ്മുടെ ആൻസർ ഫിനാൻഷ്യൽ സിസ്റ്റം ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് ദാറ്റ് ഈസ് ഓൾ ഓഫ് ദ അബോവ്. ദാറ്റ് ഈസ് അവിടെ ആരൊക്കെ ഇൻക്ലൂഡ് ആവുക? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ? ഇതിൽ ഏതാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ഓപ്ഷൻ എ SBI, B RBI, C NABARD, D SEBI. എന്തായാലും നമ്മുടെ ആൻസർ RBI is a central bank of India. Okay, option B. Next one, SEBI was established in which year? That is 1988, 1991, 1992, 1995. എപ്പോഴായിരുന്നു SEBI എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ? ഓപ്ഷൻ 1988 ആണ്. ആസ് എ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ആയത് 1992 ഓക്കെ, രണ്ട് നോട്ട് ചെയ്ത് വെക്കണേ. നെക്സ്റ്റ് ആണ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ? ഇതിൽ ഏതാണ് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. That is option A indigenous bankers, B chit funds, C commercial bank, D money lenders. So എന്തായാലും ആൻസർ commercial bank is an organized money market institution in India. Okay, നെക്സ്റ്റ് ആണ് that is call money market deals in. call money market മെയിൻ ആയിട്ട് എന്താ ഡീൽ ചെയ്യണമെന്നാണ്? ലോങ് ടേം ലോൺ, ഷോർട്ട് ടേം ലോൺ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പോൾ എന്താ ഡീൽ ചെയ്യുന്നത്? ഓപ്ഷൻ ബി ഇസ് ആൻസർ. ദാറ്റ് ഈസ് ഷോർട്ട് ടേം ലോൺ കാൾ മണി മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റെഗുലേറ്റ് ഇൻഷുറൻസ് സെക്ടർ ഇൻ ഇന്ത്യ? ഇൻഷുറൻസ് സെക്ടർ ഇന്ത്യയിൽ ഇൻഷുറൻസ് സെക്ടർ ആരാ റെഗുലേറ്റ് ചെയ്യണമെന്നാണ്. ഓപ്ഷൻ എ RBI, B SEBI, C IRDAI, D NABARD. സോ എന്തായാലും ആൻസർ IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് എന്ത് ചെയ്യുന്നത്? ഇൻഷുറൻസ് സെക്ടർ ഇന്ത്യയിലെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഇൻക്ലൂഡ് ഓൾ. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എക്സെപ്റ്റ് എന്താണ്? ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ എന്താണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഇൻക്ലൂഡ് ആവുന്നത്? ദാറ്റ് ഈസ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഇൻക്ലൂഡ് ട്രഷറി ബില്ലും കൊമേഴ്ഷ്യൽ പേപ്പറും സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ഒഴികെ? ഇക്വിറ്റി ഷെയർസ് ഒഴികെ. ഓപ്ഷൻ ഡി. ഓക്കെ,
നെക്സ്റ്റ് ആണ് the capital market in India consists of option A primary market, B secondary market, C both A and B, D none of them. അപ്പോൾ എന്തായിരുന്നു ആൻസർ? both A and B ആണ്. that is capital market in India it consists of primary market as well as secondary market. Okay. നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡെവലപ്മെന്റ് ബാങ്ക് ഇൻ ഇന്ത്യ? ഇതിൽ ഏതാണ് ഡെവലപ്മെന്റ് ബാങ്ക് ഇൻ ഇന്ത്യ എന്നാണ്. സിഡ്ബി, നബാർഡ്, എക്സിം, ഓൾ ഓഫ് ദ എബോവ്. എന്താണ് ഡെവലപ്മെന്റ് ബാങ്ക്? ഓൾ ഓഫ് ദ എബോവ്. ദാറ്റ് ഈസ് സിഡ്ബി, നബാർഡ്, എക്സിം അത് ഡെവലപ്മെന്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് മണി മാർക്കറ്റ് ഡീൽസ് വിത്ത് ഡാഷ്. ദാറ്റ് ഈസ് ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം, ബോത്ത് ഷോർട്ട് ടേം, ലോങ് ടേം. എന്തായിരുന്നു? ഷോർട്ട് ടേം ഫണ്ട്സ് ആണ് മണി മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽസ് വിത്ത് ഡാഷ് ഫണ്ട്. ദാറ്റ് ഈസ് ഷോർട്ട് ടേം, മീഡിയം ആൻഡ് ലോങ് ടേം, ഓൺലി ലോങ് ടേം, നൺ ഓഫ് ദിസ്. എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത്? both medium as well as long term. That is option B. Okay. Next ആണ് who regulate the functioning of stock exchange in India? ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരാ കൺട്രോൾ ചെയ്യുന്നത്? RBI, SEBI, Ministry of Finance, NABARD. That is option B is the answer for this. So SEBI regulate the functioning of stock exchange in India. Okay. ഇനി നെക്സ്റ്റ് ആണ് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് റെഫേഴ്സ് ടു. ദാറ്റ് ഈസ് കോർപ്പറേറ്റ് ഫണ്ട്സ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്. സോ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി റെഫർ ടു എന്താണ്? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ആണ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊവൈഡ് റീഫിനാൻസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ ഈസ് RBI, നബാർഡ്, സിഡ്ബി, LIC. അപ്പോൾ ഇതിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് റീഫിനാൻസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കൊടുക്കുന്ന? ഇന്ത്യയിലെ നബാർഡ് ആണ്. ഓക്കെ. സോ ദ നബാർഡ് വിച്ച് പ്രൊവൈഡ് റീഫിനാൻസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇനി നെക്സ്റ്റ് ആണ് മെയിൻ ആയിട്ട് ദ ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻസ് എ സെബി, ബി UTI, സി SBI, ഡി LIC. സോ ഏതാണ് ഇതിലെ മെയിൻ ആയിട്ട് ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻ ഇന്ത്യ എന്ന് പറയും? ആരാ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഈസ് ആൻസർ ബി ആണ്. ഈ ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യ പറയുന്നത് UTI യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ 1963. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് എന്ത്? ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ദാറ്റ് ഈസ് സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ്. ആക്ച്വലി ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. അവിടെ ബയേഴ്സും സെല്ലേഴ്സും ഫിനാൻഷ്യൽ അസറ്റ്സ് ട്രേഡ് ചെയ്യുന്നു, ലൈക്ക് ഷെയർസ്, ബോൺസ്, കറൻസി ആൻഡ് അതർ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ. ഓക്കെ. അപ്പോൾ എന്തായിരുന്നു ഫിനാൻഷ്യൽ മാർക്കറ്റ്? ഇറ്റ് ഈസ് എ മാർക്കറ്റ് പ്ലേസ് ആണ്. അവിടെ ബയറും സെല്ലറും കൂടെ ട്രേഡ് ചെയ്യേണ്ട ഫിനാൻഷ്യൽ അസറ്റ്സ് ലൈക്ക് ഷെയർ, ബോണ്ട്, കറൻസി ആൻഡ് അതർ ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ. അതേപോലെ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ മെയിൻ ആയിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും ആണ്. മണി മാർക്കറ്റിൽ ഷോർട്ട് ടേം ഫണ്ട്സ് ഡീൽ ചെയ്യുന്നു ലെസ് ദാൻ 1 ഇയർ. ക്യാപിറ്റൽ മാർക്കറ്റിൽ മീഡിയം ആൻഡ് ലോങ് ടേം ഫണ്ട്സ് ഡീൽ ചെയ്യുന്നു മോർ ദാൻ 1 ഇയറിൽ. ഓക്കെ. അതേപോലെ അടുത്തതാണ് മണി മാർക്കറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഷോർട്ട് ടേം ഫണ്ട്സ് ആണ്. ലൈക്ക് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് എന്ന് വെച്ചാൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ്, കോൾ മണി, റിപ്പോ. അതേപോലെ മണി മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാന്ന് വെച്ചാൽ RBI, കൊമേഴ്ഷ്യൽ ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മ്യൂച്വൽ ഫണ്ട്, കോർപ്പറേറ്റ്സ് ആണ്. നേച്ചർ ഓഫ് മണി മാർക്കറ്റ് ഹൈലി ലിക്വിഡ് ആണ്, ലോവർ റിസ്ക് ആണ്, ഷോർട്ട് ടേം ഡ്യൂറേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയായിരുന്നു? ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ്, കോൾ മണി, റിപ്പോ. ഏതൊക്കെയായിരുന്നു പാർട്ടിസിപ്പൻസ് ഓഫ് മണി മാർക്കറ്റ്? RBI, കൊമേഴ്ഷ്യൽ ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മ്യൂച്വൽ ഫണ്ട്, കോർപ്പറേറ്റ്സ്. ഓക്കെ. നേച്ചർ ഹൈലി ലിക്വിഡ്, ലോവർ റിസ്ക്, ഷോർട്ട് ടേം ഡ്യൂറേഷൻ. ഇനി ക്യാപിറ്റൽ മാർക്കറ്റിൽ മെയിൻ ഏതൊക്കെയാണ്? മീഡിയം ആൻഡ് ലോങ് ടേം ഫണ്ട്സ് ആണ്. മെയിനായി 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രൈമറി മാർക്കറ്റ് എന്ന് വെച്ചാൽ ന്യൂ ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുക സെക്യൂരിറ്റീസ്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, FBOയും. ഓക്കെ. അതേപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റിൽ മാർക്കറ്റ് ഫോർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ് ആണ് ഉണ്ടാവുക. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലൈക്ക് NSE, BSE. NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ. സോ അപ്പോൾ അതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഡിവൈഡഡ് 2 പാർട്സ്. ദാറ്റ് ഈസ് പ്രൈമറി മാർക്കറ്റ്, നെക്സ്റ്റ് വൺ സെക്കൻഡറി മാർക്കറ്റ്. ഓക്കെ. നെക്സ്റ്റ് ആണ് ഫോറക്സ് ആണ്. ഫോറക്സ് എന്ന് വെച്ചാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആണ്. അവിടെ മെയിനായി ഡീൽ ചെയ്തിരിക്കുന്നത് കറൻസിയാണ് ഡിഫറെൻറ്റ് കൺട്രീസിലെ. മെയിൻ പാർട്ടിസിപ്പൻസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആരൊക്കെയാന്ന് വെച്ചാൽ അതായത് ബാങ്ക്, RBI, ഫോറക്സ് ഡീലേഴ്സ്, എക്സ്പോർട്ടേഴ്സ് ആൻഡ് ഇമ്പോർട്ടേഴ്സ് ആണ്. ഓക്കെ. അതേപോലെ ക്രെഡിറ്റ് മാർക്കറ്റിൽ മെയിൻ ആയിട്ട് ആരാണെന്ന് വെച്ചാൽ പ്രൊവൈഡ് ചെയ്യുക ലോൺസ് ആൻഡ് അഡ്വാൻസ് ഇൻഡിവിജ്വൽസിനും ഫേംസിനും ഗവൺമെന്റ്സിനും. അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ക്രെഡിറ്റ് മാർക്കറ്റിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്, NBFC, കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇതൊക്കെ. ഓക്കെ. അതേപോലെ നെക്സ്റ്റ് ആണ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ വരുന്നതാണ് മെയിൻ ആയിട്ട് ഡീൽ ചെയ്തിരിക്കുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഡീൽ ചെയ്യുന്നത്. അതായത് മെയിൻ ആയിട്ട് അതിന്റെ വാല്യൂ എവിടുന്ന് ഡിറൈവ് ചെയ്യാന്ന് വെച്ചാൽ അണ്ടർലൈങ് അസറ്റ് ആണ്. അണ്ടർലൈങ് അസറ്റിന് ഏതൊക്കെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഷെയർ, ബോണ്ട്, കമ്മോഡിറ്റീസ്, കറൻസി ഇതൊക്കെ. ഓക്കെ. അതേപോലെ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് മെയിൻ ആയിട്ട് എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പ്, ഫോർവേഡ്. ഓക്കെ. സോ അപ്പോൾ ഏതൊക്കെയായിരുന്നു സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്? ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ബ്രോഡ് ക്ലാസിഫിക്കേഷൻ, മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയായിരുന്നു? ദാറ്റ് ഈസ് ട്രഷറി ബിൽ, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ്, കോൾ മണി, റിപ്പോ. ക്യാപിറ്റൽ മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. ദാറ്റ് ഈസ് പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്. നെക്സ്റ്റ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ക്രെഡിറ്റ് മാർക്കറ്റ്, ഡെറിവേറ്റീവ് മാർക്കറ്റ്. സോ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഏതൊക്കെ? ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പ്, ഫോർവേഡ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഡീൽസ് വിത്ത് ഓപ്ഷൻ എ ഗുഡ്സ് ആൻഡ് സർവീസസ്, ബി ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് ഇൻസ്ട്രുമെന്റ്, സി നാച്ചുറൽ റിസോഴ്സസ്, ഡി ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റേഴ്സ്. എന്തായിരുന്നു? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ.
ഇനി നെക്സ്റ്റ് ആണ് ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ഓപ്ഷൻ എ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് കമ്മോഡിറ്റി മാർക്കറ്റ്, ബി മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്, സി പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്, ഡി ഫോറക്സ് മാർക്കറ്റ് ആൻഡ് ഡെറിവേറ്റീവ് മാർക്കറ്റ്. എന്തായിരുന്നു ആൻസർ? ദാറ്റ് ഈസ് ബി ആണ്, മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് മണി മാർക്കറ്റ് ഡീൽസ് ഷോർട്ട് ടേം ഫണ്ട്സ്, ലോങ് ടേം ഫണ്ട്സ്, മീഡിയം ടേം ഫണ്ട്സ്, ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം. അപ്പോൾ എന്തായിരുന്നു ആൻസർ? ദാറ്റ് ഈസ് മണി മാർക്കറ്റ് ഡീൽസ് ഷോർട്ട് ടേം ഫണ്ട്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽസ് ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്, മീഡിയം ആൻഡ് ലോങ് ടേം സെക്യൂരിറ്റീസ്, ഓൺലി ഫോറിൻ എക്സ്ചേഞ്ച്, ഓൺലി ട്രഷറി ബിൽസ്. എന്തായാലും ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽ ചെയ്ത മീഡിയം ആൻഡ് ലോങ് ടേം സെക്യൂരിറ്റീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് പ്രൈമറി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്, ന്യൂ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്, കമ്മോഡിറ്റീസ്, ഡെറിവേറ്റീവ്സ്. പ്രൈമറി മാർക്കറ്റ് മെയിൻ ആയിട്ട് എന്തിനായിരുന്നു? ന്യൂ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ആണ്. ഓക്കെ, അടുത്താണ് സെക്കൻഡറി മാർക്കറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? ദാറ്റ് ഈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മണി മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഓപ്ഷൻ എ. ഓക്കെ, so next one ആണ് which of the following is not a money market instrument? That is treasury bill, commercial paper, equity share, certificate deposit. So equity share ആണ് money market instrument അല്ലാത്തത്. ഓക്കെ, മെയിൻ റെഗുലേറ്റർ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ആരാണ്? RBI, സെബി, നബാർഡ്, IRDAI. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റീസ് ആർ കോർപ്പറേറ്റ് ബോണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റി, പ്രിഫറൻസ് ഷെയർസ്, കൺവെർട്ടിബിൾ. ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ആണ് ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് മാർക്കറ്റ് ഡീൽസ് ഇൻ ഫിസിക്കൽ ഗുഡ്സ്, ഇൻസ്ട്രുമെന്റ്സ് ബേസ്ഡ് ഓൺ അണ്ടർലൈങ് അസറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് ഓൺലി, ട്രഷറി ബിൽ ഓൺലി. അപ്പോൾ എന്തായിരുന്നു? ഡെറിവേറ്റീവ് മാർക്കറ്റ് ഡീൽസ് വിത്ത് ഇൻസ്ട്രുമെന്റ് ബേസ്ഡ് ഓൺ അണ്ടർലൈങ് അസറ്റ്. ഓപ്ഷൻ ബി ഇസ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ആണ് which of the following is a part of capital market? That is call money market, treasury bill market, stock exchange, repo market. Stock exchange is a part of capital market. Okay, next main functions of financial market is to option A facilitate production of goods, B mobilize and allocate fund, C increase government revenue, D promote imports. That is എന്തായിരുന്നു main function of financial market is to mobilize and allocate funds. Okay, next ആണ് money market instrument issued by government of India for short term borrowing is option A treasury bill, B bond, C equity share, D debenture. That is treasury bill is issued by government of India for short term borrowing. Okay, next ആണ് the market where currency are traded is called credit market, forex market, derivative market, money market. That is forex market. Okay, next ആണ് which of the following provides liquidity to insecurity? That is option A primary market, B secondary market, C money market, D credit market. That is secondary market provide liquidity to securities. Okay, so നമ്മൾ ഇന്ന് എടുത്ത ക്ലാസ്സസ് അപ്പോൾ എന്തൊക്കെയായിരുന്നു? ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ, സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഓക്കെ, സോ ഫിനാൻസ് സിസ്റ്റം ആദ്യം എന്താ നോക്കി, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി, അതിൻ്റെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കി. അതേപോലെ ഫിനാൻസ് സിസ്റ്റം ഇൻ ഇന്ത്യ എങ്ങനെയാണ്, അതിൻ്റെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണ്, അതേപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ ഏതൊക്കെയാണ്, സോ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ എല്ലാ ക്ലാസ്സസിലും നമ്മൾ എടുത്ത ടോപ്പിക്കിന് ബേസ് ചെയ്തിട്ടുള്ള PSC പ്രീവിയസ് ഇയറിലുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. നമ്മൾ എല്ലാ ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ നമ്മുടെ എംഫേവർ ലേണിംഗ് ആപ്പിൽ നമ്മളുടെ പുതിയ ബാച്ച് ജൂനിയർ അക്കൗണ്ടന്റ് ബാച്ചിലോട്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും മിസ് ചെയ്യാതെ, ഇത്രയും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. എക്സാക്ട് ഡേറ്റ് നിങ്ങൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.